ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വേണ്ടത്താണ്. തലയുയർത്തി നിൽക്കുന്ന 6 STS ക്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറയാറുള്ളത് തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിൻ ആണെങ്കിൽ ഇപ്പോൾ 2 STS ക്രെയിനോട് കൂടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഷെൻഹുവ 35-ലാണ് ഈ 2 അഡീഷണൽ STS ക്രെയിൻ വന്നിട്ടുള്ളത്. ഷെൻഹുവ 35 നമ്മുടെ വിഴിഞ്ഞത്തുനിന്നും പോർട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന വീഡിയോ നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് പോകേണ്ടത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെ സ്റ്റാറ്റസിലേക്കാണ് പോകേണ്ടത്. ആദ്യമായി നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ആ പച്ച നിറത്തിലുള്ള ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പൊസിഷനിലെത്തിയിരിക്കുന്നുണ്ടോ. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം 100% പൂർത്തിയാക്കാൻ പോവുകയാണ് എന്നാണ് അർത്ഥം. ഇപ്പോൾ ഏതാണ്ട് ഒരു 98% ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ആക്രോപോഡ് ഫില്ല് ചെയ്യേണ്ട ജോലികളാണ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ എഞ്ചിൻലെസ് ബാർജ് ഉണ്ടായിരുന്നു, ഹെവി റോപ്പ് കൊണ്ടുവരുന്ന എഞ്ചിൻലെസ് ബാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എഞ്ചിൻലെസ് ബാർജ് കാണാൻ സാധിക്കില്ല. കാരണം ആ വർക്കുകളെല്ലാം പൂർത്തിയായി എന്നാണ് കരുതേണ്ടത്. എന്നാലും നമുക്ക് സ്റ്റാറ്റസ് എടുക്കുമ്പോൾ നമുക്ക് എഞ്ചിൻലെസ് ബാർജ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലേക്ക് നമ്മളെ വീഡിയോ പോകുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ നിറയ്ക്കുന്നുണ്ടോ, അവിടെ ഹെവി സ്റ്റോൺ ഉണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് നടക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടർ ഉണ്ടല്ലോ, ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിൽ ഈ ലോറികൾ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുവരുന്നതും ആക്രോപോഡ് കൊണ്ടുവരുന്നതും ലോറികൾ ഏതാ കൊണ്ടുവരുന്നത്, ഈ കൊണ്ടുവരുന്നതെല്ലാം ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ വളരെ ദൂരെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കാരണം എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ സാധിക്കില്ല. അതിൻ്റെ 1% വർക്ക് നമുക്ക് പറയാം. ആ വർക്കുകളും നടക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ. അതാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആക്രോപോഡ് ഏതാണ്ട് ഫില്ലായിരിക്കുന്നുണ്ടോ, അത് ക്രെയിനിലെ തൂക്കി ആക്രോപോഡ് എടുത്ത് കറക്റ്റ് പൊസിഷനിൽ വെക്കുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ വളരെ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ധാരാളം എക്സ്കവേറ്ററും ഇവിടെയുണ്ട്. ഒരേ സമയത്ത് ഈ റോഡിൻ്റെ വർക്കുകളും ആ ഹെവി സ്റ്റോൺ സൈഡിലിട്ട് ഫില്ല് ചെയ്യുന്നതിൻ്റെ വർക്കുകളുമായിരിക്കും നടക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ ധാരാളം ലോറികൾ നമുക്ക് നാച്ചുറൽ സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്തെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പോൾ ആക്രോപോഡുമായിട്ട് ലോറികൾ വെയിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. അങ്ങനെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 100%ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 100% ആയിട്ടില്ല, ആ വർക്കുകൾ അങ്ങനെ പോവുകയാണ്. ഉണ്ടോ, നമ്മൾ നേരത്തെ ഉള്ള പൊസിഷൻ പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവുകയാണെങ്കിൽ ബെർത്തിൻ്റെ വർക്കുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബെർത്ത് ഏതാണ്ട് 800 മീറ്ററാണ് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു 750 മീറ്ററോളം കംപ്ലീറ്റ് ആയി കാണും. കാരണം ഇനി നമുക്കത് അറിയണമെങ്കിൽ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ആ വർക്കുകൾ, കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കും. നമുക്കിത് ഫസ്റ്റ് പോർഷനിലെ വീഡിയോ ആണ്. 4 or 5 പൊസിഷനിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷമായിരിക്കും നമ്മളെ വീഡിയോ എൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല ഈ ഭാഗത്താണെങ്കിൽ ഈ പറഞ്ഞ 800 മീറ്ററിൻ്റെ എൻഡ്, അതായത് ബെർത്തിൻ്റെ 800 മീറ്ററിൻ്റെ എൻഡ് ഭാഗത്തു നിന്നും ഒരു ബാരക്കേഡ് പോലെ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ കെട്ടിയെടുക്കുന്നത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണല്ലോ. ആ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ വരിയായിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ബ്രേക്ക് വാട്ടറല്ല, നമ്മുടെ ബെർത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഈ പറയുന്ന യാർഡിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്നത്. ആ വർക്കാണ് വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ട്രെഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ല. ട്രെഡ്ജ് ചെയ്ത മണലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കാരണം ട്രെഡ്ജർ ഓസ് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും കൊണ്ട് നിറഞ്ഞ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ തന്നെ വളരെ വളരെ ഭംഗിയാണിത്. കണ്ടോ. ഇനി നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കിലോട്ടാണ് പോകേണ്ടത്. എത്രത്തോളമാണ് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കായി നമുക്കറിയില്ല. നമുക്ക് ആ വർക്കിലോട്ട് പോകണം. ഇനി ഒരു 2-3 പൊസിഷനിലേക്ക് പോയാൽ മാത്രമേ ആ വർക്കിൻ്റെ ഡീറ്റെയിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്കിനി ആ ഒരു പൊസിഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ വളരെ ദൂരെയായിട്ട് ഒരു 4-5 ലോറികൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോറികളാണ് നമുക്ക് നാച്ചുറൽ സ്റ്റോണുമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പൊസിഷനിൽ നിന്ന് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി ഹൈറ്റ് കൂട്ടുന്ന ആ പ്രോസസ്സിന് വേണ്ടിയാണ് നമുക്ക് ഈ നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറി വെയിറ്റ് ചെയ്യുന്നത്. ആ വർക്കുകളാണ് നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നേ ഉള്ള വ്യൂ നിന്നത് കണ്ട് മനസ്സിലാക്കിയായിരുന്നു. അതിനാവശ്യമായിട്ട് ലോറികൾ, ഇത് പോർട്ടിനകത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ കടലിന് അഭിമുഖമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇപ്പോൾ പോർട്ടിൻ്റെ അകത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോയാൽ ബെർത്തിൻ്റെ വർക്കുകളാണ് ഈ ഭാഗത്തെല്ലാം നടക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ വർക്കുകളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക്
E04ഉം E05ഉം, അതായത് കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിന് യാർഡ് ക്രെയിനുകൾ E04ഉം E05ഉം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഇത് ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഈ കണ്ട പോർഷൻസ് എല്ലാം വളരെ ക്ലീൻ ആയിക്കൊണ്ട് വരികയാണ്. അതായത് ഫൈനൽ വർക്കിലേക്ക് പോകുന്നത് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് ഇവിടെ ഇതാ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ, കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിയും കൂടുതൽ സ്റ്റോണുകൾ ഇവിടെ ഇത് ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കിന് വേണ്ടിയായിരിക്കും ഇത് പോകുന്നത്. പിന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവും, അതിനും നാച്ചുറൽ സ്റ്റോൺ പോകുന്നുണ്ടാവും. ഇവിടെയാണ് കൂടുതലായി ഡംപ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, വളരെ കുറച്ച് സ്ലാബുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്കിവിടെ കാണാൻ സാധിക്കും, വളരെ കുറച്ച് സ്ലാബുകളുള്ളൂ. ബാക്കി എല്ലാ സ്ലാബുകളും ഈ പറയുന്ന ബെർത്തിലേക്ക് ആവശ്യമായിട്ട് പോയിട്ടുണ്ട്. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. തൊട്ട് താഴെയാണെങ്കിൽ നമുക്ക് കാണാവുന്ന പോലെ കോമ്പൗണ്ട് വാൾ, നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണ തോതിൽ നടക്കുവാണ്. ആ വർക്ക് അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുൻപേ ആയി നമുക്ക് കുറച്ച് പോർഷൻ മാറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ്റെ E03യും G സീരീസും C സീരീസും D സീരീസ് എല്ലാം വ്യക്തമായിട്ട് കാണാം. അത് E03യുടെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെയ്നർ പിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്ന പൊസിഷനിലാണ് ഞാനുള്ളത്. നല്ല ഹൈറ്റുള്ള പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് പല ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പോർട്ടിൽ വരുമ്പോൾ ചിലപ്പോഴൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ കിട്ടാറുണ്ട്. ഇത് E03 ആണ്. അങ്ങനെ എല്ലാ ക്രെയിനുകളും എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുവാണ്. ഈ പറയുന്ന ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് പോർട്ടിനകത്തൊരു പോർട്ട് ഓഫീസ് ഓപ്പറേഷൻ റൂമുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ആ റൂമിൽ കയറിയിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഒരു വിഷ്വലൂടെ കിട്ടുവാണെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. ഇതാണ് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിഷ്വൽ. ഇനി നമുക്ക് കുറച്ച് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ കാണുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ യാർഡ് ക്രെയിനായ E01 കണ്ടെയ്നറുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. തൊട്ട് താഴെ ഇറങ്ങിയപ്പോൾ ഉണ്ടോ. അത് മാത്രമല്ല, നമുക്ക് കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളാണെങ്കിൽ ഇതാ ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഫിനിഷിംഗ് വർക്കിലാണുള്ളത്. ഇത് PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. PO ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. PO ബിൽഡിങ്ങിൻ്റെ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ, ആ വർക്കുകളും കംപ്ലീറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്നത് E02ഉം E03യുമാണ്. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്കാണ് പോവേണ്ടത്. നമ്മളെ തൊട്ട് മുന്നിൽ കൂടെ തന്നെ ആക്രോപോഡ് മറ്റ് ലോറികൾ പോകുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ അതാണ് കണ്ടതുണ്ടോ. ഞാൻ 2 ആക്രോപോഡുമായിട്ടാണ് ലോറികൾ ധാരാളമായി പോകുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് PO ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ വ്യൂ എല്ലാവർക്കും പരിചിതമാണ്. കാരണം ഈ വ്യൂ എന്നായിരിക്കും നമ്മൾ അപ്ഡേഷനൊക്കെ ചെയ്യുക. നമ്മുടെ ഇവിടെ ബെർത്തിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനാണിത് ഉണ്ടോ. ബെർത്ത് തുടങ്ങുന്ന ഇവിടെ നിന്നല്ല, കുറച്ച് അപ്പുറത്തു നിന്നാണെങ്കിലും ഇത് ബെർത്ത് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സ്ഥലത്താണ്. ആ ഭാഗത്താണ് എക്സ്കവേറ്ററെ കാണാവുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ക്രെയിനുകളും, നമ്മൾ ഈ പറയുന്ന യാർഡ് ക്രെയിനുകൾ, എല്ലാ ക്രെയിനുകളും അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൻമോണ്ട് ഗ്രാൻഡി ക്രെയിൻ എല്ലാ സീരീസിലും 5 സീരീസിൽ ക്രെയിനുകൾ, A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ്. ഇപ്പോൾ നമ്മൾ E01 ആണ് 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് പിക്ക് ചെയ്ത് പോകുന്നത് ഉണ്ടോ. അതാ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നർ കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ ഇത്രയും യാർഡ് ക്രെയിൻ ഉള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നിന്നൊക്കെ ഓരോ ക്രെയിനുകൾ ഇങ്ങനെ കണ്ടെയ്നറുമായിട്ട് എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് E01 അല്ല, E02 ആണ് പോയത്. കുറേ യാർഡ് ക്രെയിൻ ഇങ്ങനെ നിരത്തി നിൽക്കുന്ന കാരണം നമുക്ക് എളുപ്പം അറിയാൻ പറ്റില്ല. ഇത് E01ഉം നീങ്ങുന്നുണ്ടോ, 2 ക്രെയിനുകളും നീങ്ങുന്നുണ്ട്. അതാ E01 അൺലോഡ് ചെയ്യുന്നുണ്ട്.
ഉണ്ടോ. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിഷ്വൽ. അത് മാത്രമല്ല തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം ക്ലീൻ ആയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള ധാരാളം സ്ലാബുകളുണ്ടായിരുന്നു, അതെല്ലാം നമുക്ക് ബെർത്തിലേക്ക് ആവശ്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. തൊട്ട് താഴെയാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വാൾ, പോർട്ടിൻ്റെ കോമ്പൗണ്ട് കൊണ്ട വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് ഫിനിഷ് ചെയ്തത് കണ്ടോ. ഈ ഭാഗത്തെല്ലാം ഫിനിഷായിരിക്കുന്നു. ഇതാണ് ഈ ഭാഗത്തുണ്ടെന്ന് വിഷ്വല്. 6 STS ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ 6 STS ക്രെയിനും യാർഡ് ക്രെയിനുകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. കാണാൻ വളരെ മനോഹരമാണ്. ഇനി നമുക്ക് 2 STS ക്രെയിൻ കൂടെയാണ് വരാനുള്ളത്. ഷെൻഹുവ 34 വരുന്നുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് നിന്നുണ്ട വിഷ്വൽ. ഇനി നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് പോയിട്ട് അവിടെ എന്തൊക്കെ വിഷ്വലുണ്ട്, അത് മാത്രമല്ല ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജ് യൂസ്ഫുൾ ആണോ, ഉപയോഗിക്കുന്നുണ്ടോ, ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ ഈ PO ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ നിന്നുള്ള വിഷ്വലിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നാച്ചുറൽ സ്റ്റോണിലായിരുന്നു. അതിന് മുന്നത്തെ വീഡിയോയിൽ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ, നേരത്തെയുള്ള വീഡിയോയിൽ ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഉണ്ടായ സ്ഥലത്ത് ഇപ്പം നാച്ചുറൽ സ്റ്റോണുകളില്ല, എല്ലാം വേക്കൻ്റ് ആയിരിക്കുന്നു. കാരണം എല്ലായിടത്തും വർക്ക് ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ ധാരാളം ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ബോട്ടുകളും ചെറിയ ബോട്ടുകളുമുണ്ട്. പക്ഷേ ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണൊന്നും നിറയ്ക്കുമായിരിക്കും. വളരെ കുറച്ച് സ്റ്റോണും മതിയാവുമായിരിക്കും. അത് ലോറികളിലെ കൊണ്ട് ഡയറക്റ്റ് ഇഞ്ചിൻലെസ് ബാർജിലേക്ക് ഡംപ് ചെയ്യാനും സാധിക്കും. കാരണം അത് ഇവിടെ ഒരു പാത്തുണ്ട് ലോറികൾക്ക് പോകാൻ വേണ്ട, അതുകൊണ്ടായിരിക്കും അത് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി വളരെ കുറച്ച് സ്റ്റോണുകൾ മതിയാവുമായിരിക്കും. പക്ഷേ ലോറികളിലും നാച്ചുറൽ സ്റ്റോണാണെന്നറിയില്ല, ലോറികൾ പോകുന്നുണ്ട് ആ വഴിക്ക്. ഇതാണ് ഈ ഭാഗത്തുണ്ട് കാണുന്ന വിഷ്വലുണ്ടോ. ഇവിടെ ഇനി നമ്മളെ കോമ്പൗണ്ട് വേണ്ട വർക്കുകൾ അതാ ഈ ഭാഗത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ ഒരു ഗേറ്റും കാണാം ഉണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചാണ്. ഗേറ്റിൻ്റെ അടുത്തൊരു സെക്യൂരിറ്റി ഗാർഡും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. പോർട്ടിൻ്റെ എല്ലാ വശത്തും സെക്യൂരിറ്റി ഗാർഡുകളായി ഫുൾ അണ്ടർ കൺട്രോളാണ് പോർട്ട്. എല്ലാ ഭാഗത്തും സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. ഗാർഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പോർട്ടിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് യാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള വിഷ്വലാണ് കണ്ടോ. ഇപ്പോഴും ഇത് 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ്. E02 ആണോ E01 ആണോ എന്നറിയില്ല, മൂവ് ചെയ്യുമ്പോഴേ അറിയാവുള്ളൂ. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അത് E02 ആണ്. എല്ലാ ക്രെയിനുകളും വളരെ ഫാസ്റ്റാണ് എഫിഷ്യൻസി ടെസ്റ്റുകളെല്ലാം നടക്കുന്നത്. ഇതാണ് ഈ ഭാഗത്ത് നിന്നുള്ള വിഷ്വൽ. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകേണ്ടത് നമ്മുടെ ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൻ്റെ ഫുള്ള് വർക്ക് കാണുന്നതും ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ള് കാണുന്നൊരു വ്യൂ ഉണ്ട്. നമുക്ക് ആ വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല യാർഡ് ക്രെയിനുകളെ തരംതിരിച്ച് സീരിയൽ നമ്പറിൻ്റെ ബേസിൽ വെച്ചിരിക്കുന്നതും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് കുറച്ച് മുന്നോട്ട് വന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ ഫുൾ ലെന്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തെല്ലാം പാർട്ടായിട്ടാണെങ്കിൽ ഫുൾ ലെന്ത് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ ഈ പറയുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുന്നത് വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. ആ പോർഷൻസ് എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഈ പോർഷൻസിലാണ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ധാരാളം നാച്ചുറൽ സ്റ്റോണ് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഫില്ലല്ല വേക്കൻ്റ് ആയിരിക്കുന്നു. ആ പ്ലേസ് എല്ലാം വേക്കൻ്റ് ആയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം വേക്കൻ്റ് ആയിരിക്കുന്നു. അതുമാത്രമല്ല ഇഞ്ചിൻലെസ് ബാർജും ഈ പറയുന്ന വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം പാർക്കിങ്ങിലാണ് ഉണ്ടോ. ഇനി ഇഞ്ചിൻലെസ് ബാർജിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് 1-2 ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ അല്ല, നമ്മുടെ ഈ ബെർത്ത് പോർഷൻ തീരുന്ന സ്ഥലത്ത് നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ ഇവിടെ നിന്നും ഇഞ്ചിൻലെസ് ബാർജിൽ ഫില്ല് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റ് മുതൽ എൻഡ് പോർഷൻ വരെ, ഇത് സ്റ്റാർട്ട് മുതൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ എൻഡ് പോർഷൻ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. 2 ടഗ് ബോട്ടുകളും ഇവിടെയുണ്ട്, അതും കാണാൻ സാധിക്കും. ഡോൾഫിൻ 27 ഉണ്ട്, ഡോൾഫിൻ 35, 2 ടഗ് ബോട്ടുകളുമുണ്ട്.
എ സീരീസ് മുതൽ ഇ സീരീസ് വരെ അങ്ങനെ 5 സീരീസിലെ ക്രെയിനുകൾ നിരയായിട്ട് നിരന്ന് നിൽക്കുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടും STS ക്രെയിനുകളും നിരന്ന് നിൽക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നേരത്തെയൊക്കെ 4 ക്രെയിനാണെങ്കിൽ ഇപ്പോൾ 6 ക്രെയിനുകൾ കൊണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നിറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ഇനി നമുക്ക് 5 ക്രെയിനോട് വരാനുള്ളത്. അതിൽ 2 STS ക്രെയിനും 3 കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ, അങ്ങനെ ടോട്ടൽ 24 കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിനും 8 STS ക്രെയിനും. ഒരു STS ക്രെയിനിന് 3 യാർഡ് ക്രെയിൻ എന്നാണ് കണക്ക്. അങ്ങനെ വരുമ്പോൾ 24 യാർഡ് ക്രെയിനും 8 STS ക്രെയിനും ടോട്ടൽ 32 ക്രെയിനുകളാണ് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ പറയുന്ന 5 ക്രെയിനുമായിട്ട്, അതായത് 3 യാർഡ് ക്രെയിനുകളും 2 STS ക്രെയിനുമായിട്ട് ഷെൻഹുവ 34 വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റാറ്റസിലേക്ക് പോകാം. ഷെൻഹുവ 34 ഇപ്പോൾ എവിടെ എത്തി എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയില്ല. നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇപ്പോൾ ഷെൻഹുവ 34 എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷെൻഹുവ 34 ആവട്ടെ ഇപ്പോൾ സിംഗപ്പൂർ മലേഷ്യ കഴിഞ്ഞ് മലാക്ക കടലെടുക്കിൽ എത്തിയിരിക്കുന്നു. ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിനി ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 11.9 നോട്ടിക്കൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 16/5/2024 3:30 PM ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 10/5/2024 12:35 PM ആണ്. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഷെൻഹുവ 34 വരുന്നത് ചൈനയിലെ ഷാങ്ഹായിലെ നമ്മൾ ഈ കാണുന്ന ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നാണ് ഷെൻഹുവ സീരീസിലുള്ള കപ്പലുകൾ ക്രെയിനുമായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഫേസിലെ അവസാന കപ്പൽ ക്രെയിനുമായിട്ട് വരുന്നതും ഇവിടം തന്നെയാണ്. ഷെൻഹുവ 34 ആണ് നമ്മൾ ഈ കാണുന്നത്. പല നിറത്തിലുള്ള ക്രെയിനുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ബ്ലൂ കളറിലെ ക്രെയിനുമായിട്ടാണ് നമ്മുടെ ഷെൻഹുവ 34 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പോകുന്നത്. 5 ക്രെയിനുമായിട്ടാണ് പോയത്. 2 STS ക്രെയിനും 3 കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡുമായിട്ട് ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നും നമ്മുടെ കപ്പൽ പുറത്തിറങ്ങിയതിന് ശേഷം ഈസ്റ്റ് ചൈന സീ വഴി തായ്വാൻ വഴി നേരെ സൗത്ത് ചൈന സീയിലെത്തി അവിടെ നേരെ സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലെടുക്ക് വഴി ആൻഡമാൻ സീയിലെത്തിയ ശേഷം അവിടെ നിന്ന് ബേ ഓഫ് ബംഗാളിൽ കയറി ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്കാണ് നമ്മുടെ ഷിപ്പുകളെല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം. ഇനി വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, അത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് നമുക്ക് നോക്കാം. അതായത് നമ്മളെ ഈ ഷെൻഹുവ 34ൻ്റെ അതായത് ട്രാക്കിംഗ് റെക്കോർഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് സിംഗപ്പൂരിനും അതായത് വിയറ്റ്നാമിന് ഇടയ്ക്കുള്ള പ്ലേസാണത്. നമുക്ക് ഈ പ്ലേസിൽ കണ്ടോ, ഒരു ദിവസം മുന്നേ, അതായത് 1-2 ദിവസം മുന്നേ തന്നെ, ഇന്നലെയെന്തോ ആണ് കുറച്ച് സമയം ഇവിടെ ഷിപ്പ് സ്റ്റോപ്പാണ് കേട്ടോ. അത് ഷിപ്പ് ഇങ്ങനെ വന്നതിന് ശേഷം ഈ ആരോ മാർക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തിരിച്ച് ഷിപ്പ് റിവേഴ്സ് പോയി ഇവിടെ മണിക്കൂറോളമാണ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഷിപ്പ്. ഇതേപോലെ 4-5 സ്ഥലത്താണ് ഷെൻഹുവ 34 സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. 2 ഇനി നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഷെൻഹുവ 34 സ്റ്റോപ്പായിരിക്കുന്നു. ഇവിടെയും ഇതേപോലെ സ്റ്റോപ്പായിരിക്കുന്നു. പല തവണ, ഒന്നിൽ കൂടുതൽ തവണ അല്ലെങ്കിൽ 2-3 തവണ ഷെൻഹുവ 34 ഈ പറയുന്ന സ്ഥലത്തെല്ലാം, അതായത് വിയറ്റ്നാമിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് ഷെൻഹുവ 34 സ്റ്റോപ്പായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഹെവി ട്രാഫിക് കൊണ്ടായിരിക്കാം ഇങ്ങനെ സ്റ്റോപ്പായിട്ട് പോകുന്നത്. സ്റ്റോപ്പായി നിർത്തിയിട്ട് 4-5 മണിക്കൂറോളം അങ്ങനെ സ്റ്റോപ്പും പൊസിഷനിൽ നിന്നിട്ടാണ് ഷെൻഹുവ 34 വന്നുകൊണ്ടിരിക്കുന്നത്. ഹെവി ട്രാഫിക് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും കടലിൽ അത്രയും വലിയ ട്രാഫിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ പറയുന്ന ഷിപ്പുകളെ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ഷിപ്പ് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ട്രാഫിക് ഞാനിപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇത് ട്രാഫിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉണ്ടോ, ഇനിയിപ്പോൾ എല്ലാ കപ്പലും ഇവിടെ വരുന്ന കാണാം. ഉണ്ടോ, ഇതിനെയാണ് നമ്മൾ ഹെവി ട്രാഫിക് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ. ഉണ്ടോ, ഇവിടെ എല്ലാം ഇപ്പോൾ കപ്പലുകൾ നിറയും. നമ്മൾ ഈ പറയുന്ന നീലക്കടലിൽ ഈ പച്ച നിറത്തിലുള്ള ആരോ മാർക്ക് കാണുന്നത് വെസലുകളും ഷിപ്പുകളുമാണ്. കണ്ടോ, ഫിഷിംഗ് ബോട്ടുകൾ നമുക്കിവിടെ തരംതിരിച്ചതിനെ കാണാൻ പറ്റും. ബാക്കിയെല്ലാം വലിയ വലിയ വെസലുകളും വലിയ ഷിപ്പുകളും, കണ്ടെയ്നർ ഷിപ്പ് ആയിക്കോട്ടെ, ഓയിൽ ടാങ്കർ ആയിക്കോട്ടെ, അങ്ങനെ പല തരത്തിലുള്ള ഷിപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കടൽ. കണ്ടോ,
ഈ ഹെവി ട്രാഫിക് കൊണ്ടാവാൻ ചിലപ്പോൾ ഷെൻഹുവ 34ഉം ഇങ്ങനെ ലാഗ് ആയിട്ടുള്ളത്. ഇതാ ഷെൻഹുവ 34, ഇതാ നമ്മൾ ഷെൻഹുവ 34ൻ്റെ അടുത്ത് കൂടി എത്ര ഷിപ്പുകൾ ഒരേ സമയം പാസ്സായെന്ന് നിങ്ങൾ നോക്കൂ. ഈ ഒരു ട്രാഫിക് ആയിരിക്കും ലാഗ് ആവേണ്ട ചാൻസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വേറെ കാരണങ്ങളൊന്നും നമുക്കറിയില്ല. ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ മാത്രമേ അവർക്കറിയാൻ പറ്റൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എന്ത് കാരണമെന്ന് ഒന്ന് മെസ്സേജ് ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് പഠിക്കാനും സാധിക്കും. പിന്നെ വേറൊരു കാരണം ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിയറിയാം, നമ്മളെപ്പോഴും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്ത് കൂടി, അതായത് ഷിപ്പുകളുടെ ഓരോ മാല പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ഗൾഫ് ഓഫ് ഏദൻ. ഇത് സൂയിസ് കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ചെങ്കടൽ വഴി നമുക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഈ സൂയിസ് കനാൽ വഴി പോകാൻ സാധിക്കുമായിരുന്നു. നേരത്തേക്ക് യുദ്ധത്തിന് മുന്നേ, യുദ്ധം എല്ലാവർക്കും സുപരിചിതമാണ്, ന്യൂസ് ചാനലെല്ലാം വന്നിട്ടുള്ളതാണ്. ഇവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് കണ്ടെയ്നറുമായിട്ട് ധാരാളം ഷിപ്പുകൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഈജിപ്തിൻ്റെ ഒരു വരുമാന മാർഗം തന്നെയാണ്. ഈ സൂയിസ് കനാൽ വഴി പാസ്സായി പോകുന്നത്. ഈജിപ്തിൻ്റെ വരുമാനത്തിൻ്റെ 90% ഈജിപ്റ്റ് വഴി ഷിപ്പ് പാസ് ചെയ്യുമ്പോൾ, അതായത് സൈസ് അനുസരിച്ച് ഷിപ്പുകൾക്ക് കോടികളാണ് ചാർജ് ചെയ്യുന്നതെങ്കിലും അതുവഴി പോകേണ്ട മെയിൻ കാരണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്കിത് പോകേണ്ടത് നമ്മൾ ഈ കാണുന്ന ആഫ്രിക്ക വഴി ചുറ്റി പോകേണ്ടത്. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചയാവും ആഫ്രിക്ക വഴി ചുറ്റി യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ സമയം കുറച്ച് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതായത് 1-2 ആഴ്ച കൊണ്ടെത്തേണ്ട സ്ഥലത്ത് ഒരു ദിവസം കൊണ്ടെത്തുമ്പോൾ അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അതുവഴി പോകുന്നത്. അതുമാത്രമല്ല, ഇത്രയും കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ടും ഷിപ്പുകൾ അതുവഴി പോകണമെങ്കിൽ അതുവഴി ലാഭമാണ് പോകുന്നത് എന്നർത്ഥം. നമുക്കറിയില്ല, ലാഭമായതുകൊണ്ടായിരിക്കും, അവർക്ക് ക്യാഷിന് ലാഭം ഉള്ളതായിട്ടായിരിക്കും അവർ അതുവഴി തന്നെ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷിപ്പും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്ത് കൂടിയാണ് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിൽ സൂയിസ് കനാൽ വഴി പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു മാല പകുതിയോളം അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം ആഫ്രിക്ക വഴി ചുറ്റിപ്പോകുന്ന അത് കാണാൻ പറ്റുമുണ്ടോ? ഇങ്ങനൊരു സീരീസ് കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ പറയുന്ന സിംഗപ്പൂർ, മലേഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞത്തിനോട് ചേർന്ന് വരാതെ തന്നെ ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ യുദ്ധം നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു സംഭവമല്ല. അപ്പോൾ യുദ്ധം വളരെ വേഗം അവസാനിക്കട്ടെ, സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കട്ടെ, ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതും എല്ലാം. അപ്പോൾ വളരെ വേഗം യുദ്ധം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തിന് അത് ഗുണം തന്നെ ചെയ്യും കണ്ടോ. അല്ലെങ്കിൽ ദോഷം ചെയ്യുമെന്നല്ല, വിഴിഞ്ഞത്തിന് കുറച്ചുകൂടി നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ. ഈ ഷിപ്പിൻ്റെ ഒരു ലെവൽ ഞാൻ ഈ ഹെവി ട്രാഫിക് ആയതുകൊണ്ട് ഞാൻ അതുകൂടി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നിലവിൽ ഈ മഹാവേവ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെസൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലുണ്ട്. നമുക്കത് എവിടെയെന്ന് കറക്റ്റായിട്ട് നോക്കാം. നമുക്ക് ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ നോക്കാം ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ ഇതാണെങ്കിലും ഇതാണ് ഹാർബർ, പോർട്ട് ഇതാണ്. പോർട്ടിനകത്ത് ഈ പറയുന്ന വെസലില്ല. ഇതുള്ളത് നമ്മൾ ഹാർബറിൻ്റെ അകത്താണുള്ളത്. കണ്ടോ, ഹാർബറിൻ്റെ ആ ഒരു പുലിമുട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്താണ് ഇതുള്ളത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഈ അതിൻ്റെ കളറൊക്കെ ഞാൻ കാണിച്ചൊരു റെഡ് കളറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്ലാഗ് ശ്രീലങ്കയാണ്. IMN നമ്പർ 9223693. ഇനി അടുത്ത് ഇതിൻ്റെ ഓവറോൾ ലെന്ത് 37 മീറ്ററാണ്, ബർത്ത് 14 മീറ്റർ, മാക്സിമം ഡെപ്ത് 5 മീറ്ററാണ്. അതായത് നമ്മൾ നിലവിലുള്ള ടക്ക് ബോട്ടിൻ്റെ ആണെങ്കിൽ ഏതാണ്ട് 34.1 35 മീറ്ററാണുള്ളത്. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ്, 37 മീറ്ററോളം ഉണ്ട്. ഇതിന് ലെന്ത് കൂടുതലാണ്. നമുക്ക് നേരിട്ടത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ നിലവിൽ വിഴിഞ്ഞത്ത് തന്നെയുണ്ട്. നമുക്ക് വിഴിഞ്ഞത്ത് പോയി നേരിട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അടുത്തല്ല, ഏതായാലും നമുക്ക് ഹാർബറിൻ്റെ അടുത്ത് പോയി നോക്കാം. നമ്മൾ ഈ കാണുന്നതാണ് മഹാവേവ എന്ന് പറയുന്ന ചെറിയൊരു ടക്ക്. ഏതാണ്ട് 37 മീറ്റർ നീളമുണ്ട് ഇതിന്. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിലാണുള്ളത്. കുറച്ചുകൂടി അടുത്ത് വന്ന് ഷൂട്ട് ചെയ്താൽ കാണുന്നൊരു വിഷ്വലാണ് മഹാവേവയുടെ. ഉണ്ടോ, സൂം ഒന്നും ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് വന്ന് ഷൂട്ട് ചെയ്യാം. പക്ഷേ അകത്ത് കയറാനോ ഒന്നിനും നമുക്ക് പെർമിഷൻ ഇല്ല, ഒന്നും ആർക്കും പെർമിഷൻ തരില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാണ് വിഷ്വല്. ഇപ്പം ഞാൻ ഹാർബറിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിൽ കണ്ടതുപോലെ തന്നെ ഹാർബറിൽ വന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടോ. ഹാർബറിലാണ് ഇതിനകത്തുള്ളത്. ഇതാ നിൽപ്പുണ്ട്, നമ്മളടുത്ത് തന്നെ കാണാൻ നമുക്ക് സാധിക്കും. ഉണ്ടോ, ഈ കാണുന്നതാണ് മഹാവേവ.
ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഹാർബറിനകത്തേക്കുള്ള എൻട്രൻസ്. ഇതാണ് പുലിമൂട്ടിനാൽ കടലിൻ്റെ സംരക്ഷണത്തിന്, അതായത് നമ്മൾ ഹാർബറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പുലിമൂട്ടാണ് നമുക്ക് ചുറ്റും കാണുന്നുണ്ടോ. ഇവിടെ നിന്നാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴി വള്ളങ്ങളെല്ലാം വന്നതിന് ശേഷം ഇവിടെ വരും. കണ്ടോ, ധാരാളം വള്ളങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് മെയിൻ ലേലം വിളിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് വിഴിഞ്ഞം പോർട്ട് കാണാൻ വരുന്നവർക്ക് നമ്മുടെ പോർട്ട് കാണിച്ചു തരാം. ഇതാ നമ്മുടെ പോർട്ടുണ്ടോ, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇതാണ്. പോർട്ടിനോട് ചേർന്ന് എനിക്ക് തോന്നുന്നു ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഹാർബർ ഉള്ളത്. ധാരാളം മീനുകൾ ഇവിടെ ഉണ്ട്. കണ്ടോ, അപ്പോൾ പോർട്ട് കാണാൻ വരുന്നവർക്ക് മീനും മേടിച്ചിട്ട് തിരിച്ചു പോകാം. ഇതാണ് നമ്മൾ ഹാർബറിൻ്റെ അടുത്തുള്ള ചർച്ച്. കണ്ടോ, ഇതാണ് നമ്മളെ ഹാർബറിൻ്റെ പോർഷൻസാണ് നമ്മളീ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ മഹാവേവ ടക്കുള്ളതും. ഉണ്ടോ, ചെറിയൊരു വെസൽ ടൈപ്പ് എന്നാണ് നമുക്ക് ഇതിൽ ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ കാണാൻ സാധിച്ചത്. ഇതാണ് ഡീറ്റെയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.